യെസ്. അപ്പൊ എല്ലാവരും വൈകിട്ട് ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണോ? മാത്സ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? റെഡിയാണോ? 24-ന് കുറച്ച് പേർക്ക് എക്സാം തുടങ്ങുന്നുണ്ട് അല്ലേ? 24-ന് കുറച്ച് പേർക്ക് എക്സാം തുടങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓൾജിബ്ര ഓൾമോസ്റ്റ് ഇന്ന് ഫിനിഷ് ആവും. പെർസെന്റേജും ഡാറ്റ പിക്ചേഴ്സും കൂടി എടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 24-ന് മുന്നേ മാക്സിമം നമ്മുടെ തീരും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരാൾ ചോദിച്ചു, അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ളവർ വിചാരിക്കണം മിസ് എന്ന് വന്നു കയറിയപ്പോൾ ഇത് പറയുന്നത്. ഓക്കെ, ഒരാൾ ചോദിച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണോ? ഉഷാറാണോ? ബുക്കൊക്കെ എടുത്തോ? റെഡി? ഓക്കെ, യെസ്. അപ്പോ എല്ലാവരും ഉഷാറായിട്ടൊന്ന് നിവർന്നിരുന്നേ. യെസ്, ഉഷാറല്ലേ? ഓക്കെ, അപ്പൊ കുറച്ച് പേർക്ക് 24-ാം തീയതിയാണ് തുടങ്ങുന്നത്, കുറച്ച് പേർക്ക് അടുത്ത മാസമാണ് എക്സാം. അപ്പൊ നമുക്ക് 2 തവണയായിട്ടാണ് 7th എക്സാം ഇത്തവണ വരുന്നത്. ഓക്കെ, യെസ്. എന്താണ് പറഞ്ഞോ ശ്രീനന്ദ? എന്തോ പറയാനായിട്ട് മിസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കപ്പോ അയച്ചിട്ടോടാണോ? ഞാൻ വായിച്ചിട്ട് റിപ്ലൈ തന്നോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾജിബ്രയുടെ കുറച്ച് കാര്യങ്ങൾ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ കയറാതിരുന്നവർ ക്ലാസ് എന്തായാലും കാണണം. കാരണം രാവിലെ നമ്മളൊരു ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തായിരുന്നു. ഓക്കെ, യെസ്. നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് അക്കങ്ങളും സംഖ്യകളും, ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും ഒന്ന് എഴുതിക്കേ. ഹെഡിങ് മാത്രം ഒന്ന് എഴുതിക്കേ. മൊത്തം ഫിഗർ ഒന്നും എഴുതണ്ട, മൊത്തത്തിൽ ഒന്നും എഴുതിയെടുക്കണ്ട. ഫസ്റ്റത്തെ ഹെഡിങ് മാത്രം, ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ്, അക്കങ്ങളും സംഖ്യകളും മാത്രം ഒന്ന് എഴുതിക്കേ. ഹെഡിങ് മാത്രം. നമുക്കപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കും കേട്ടോ. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ. ആദ്യം എവിടെന്നാ തുടങ്ങുന്നത്? 10, 11, 12, 13 മുതൽ 19 വരെയുള്ള നമ്പേഴ്സ് ആണ് ആദ്യം തന്നിരിക്കുന്നത്, ആണല്ലോ. രണ്ടാമത്തെ റോയിലോ 20, 21, 22, 23 എന്ന് പറഞ്ഞ നമ്പേഴ്സ് പോയിരിക്കുകയാണ്. മൂന്നാമത്തേൽ 30, 31, അങ്ങനെ എവിടെ വരെ ഉണ്ട്? 90 വരെയാണ് നമ്പേഴ്സ് പോയിരിക്കുന്നത്. എവിടെ വരെയാണ്? 90 വരെയാണ് നമ്മുടെ നമ്പേഴ്സ് പോയിട്ടിരിക്കുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ടെക്സ്റ്റിൽ ഈ സംഗതി സെയിം ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കറക്റ്റ് എഴുതണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് മുഴുവൻ എഴുതണ്ട. 10, 11, 12 അപ് ടു 19 ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് എഴുതാം കേട്ടോ. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അടുത്തയിലാണെങ്കിൽ 20, 21 അപ് ടു 29 ആ ഒരു കാര്യം മാത്രം ഒന്ന് എഴുതിക്കേ. 90 വരെ ഉള്ളതിൽ ആ ഒരു കാര്യം മാത്രം കേട്ടോ. കുറച്ച് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് അപ് ടു ഇട്ടിട്ട് 29 എഴുതാം. അടുത്തയിലാണെങ്കിൽ 39, 49, 99 വരെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഫുൾ എഴുതണ്ട കേട്ടോ, ഫുൾ എഴുതണ്ട. ഓക്കെ ആണോ? യെസ്, ആ സംഖ്യകൾ മാത്രം ഒന്ന് എടുത്ത് എഴുതാം. സംഖ്യകൾ മാത്രം കുറച്ച് ചെറുതായിട്ട് ഷോർട്ടാക്കി എഴുതാം. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം അടുത്തതിൽ എങ്ങനെയാണ് ഇതിനകത്ത് പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഓൾജിബ്ര അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെന്താ സംഭവം? നമ്മൾ രാവിലെ നമ്മൾ പഠിച്ചതിൽ അറിയായിരുന്നു. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ റിമൈൻഡർ കിട്ടുന്നു, എന്നിട്ട് അതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതുന്നു. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. രാവിലെ പറഞ്ഞ കാര്യമൊക്കെ മറന്നോ? ഇല്ല, ഓർമ്മയുണ്ട്. യെസ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. നമ്മൾ ഇതിനകത്തേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് 10, 11, 12 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 10 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയ മക്കളെ, ഫസ്റ്റ് റോ ആണ് ഇത്. ഫസ്റ്റ് റോ ആണ്, ആദ്യത്തെ വരിയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് റോ, ആദ്യത്തെ നമ്പർ ഏതാ? 10 അല്ലേ? തുടക്കത്തിലെ നമ്പർ ഇവിടെ എന്താണ്? 10 ആണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ നമ്പർ. നമുക്ക് നോക്കാം. ഈ 10 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിരിക്കുന്നത് 10 പ്ലസ് n ആണ്. അതിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 10 പ്ലസ് n ആണ്. വെയർ n ഈസ് ഈക്വൽ ടു 0, 1, 2, 3 അപ് ടു 9. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഈ ഓരോ നമ്പറിനോടും കൂട്ടിയാണ് നമുക്ക് 10, 11, 12, 13, 14 അങ്ങനെ നമ്പേഴ്സ് കിട്ടിയിരിക്കുന്നത്. സംശയം നോക്കാം. 10 പ്ലസ് 0 ആണ് എന്ത് കിട്ടുന്നത്? 10 കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി 10 പ്ലസ് 1 ആണ് നമുക്ക് രണ്ടാമത്തെ സംഖ്യയായിട്ടുള്ള 11 കിട്ടുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നി. ആ ഒരു ലോജിക്ക് കത്തിയെങ്കിലും ഒന്ന് ടാറ്റ തന്നി. ഇനി അടുത്തേക്ക് നോക്ക്. 10 പ്ലസ് 2 ആണ് നമുക്ക് അടുത്ത സംഖ്യയായിട്ടുള്ള 12 കിട്ടുന്നത്. അങ്ങനെ താഴത്തേക്ക് പോയി ഏറ്റവും അവസാനത്തെ നമ്പർ 10 പ്ലസ് 9 ആണ് എത്ര കിട്ടുന്നത്? 19 കിട്ടുന്നത്. ക്ലിയർ ആണോ? അവിടെ വരെയാണ് നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുക. അപ്പൊ ഏറ്റവും ആദ്യത്തെ സീരീസിലെ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ്? 10 പ്ലസ് n. ഫസ്റ്റ് റോയിൽ അപ്പൊ എങ്ങനെയാണ്? 10 പ്ലസ് n. അത് എഴുതാം കേട്ടോ. താഴത്തെ ഇത് എഴുതിയില്ലെങ്കിലും എക്സാമ്പിൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓൾജിബ്രിക് ഫോം എഴുതാം, n എത്രയാണ് എന്നുള്ള കാര്യം എഴുതാം. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ റോ നോക്കാം. നമുക്ക് രണ്ടാമത്തെ റോ നോക്കാം. സെക്കൻഡ്
സെക്കൻഡ് റോയിലാണെങ്കിൽ എവിടെ നിന്നാ തുടങ്ങിയിരിക്കുന്ന നമ്പേഴ്സ്? ഒരാളൊന്ന് പറഞ്ഞേ, സെക്കൻഡ് റോയിൽ എവിടെ നിന്നാ തുടങ്ങിയിരിക്കുന്നേ? സായി കൃഷ്ണ ഒന്ന് പറഞ്ഞേ, സെക്കൻഡ് റോയിൽ ഏത് നമ്പറാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നേ? 21 ആണോടാ? അപ്പൊ അതിന് മുന്നിൽ കിടക്കണേ 20യോ? 20 എവിടെന്നാ തുടങ്ങിയേക്കുന്നേ? 20യിൽ നിന്നാണ് സെക്കൻഡ് റോ തുടങ്ങിയേക്കുന്നത് അല്ലേ മക്കളെ? ഇതാണ് കേട്ടോ റോ എന്ന് പറയുന്നത്. നിരയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ഓരോ റോസ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ 20, 21, 22, 23 അങ്ങനെയാണ് എന്ത് ഈ ഓരോ നമ്പേഴ്സ് പോയിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് നമ്പറിൽ 20 ആണ് ആദ്യത്തെ നമ്പർ. 20 നമ്മൾ എഴുതി. ഓക്കെ, ഓൾജിബ്രിക് ഫോം വരേണ്ടത് എങ്ങനെയാണ് എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? മുകളിലെത്തി നമ്മൾ ചെയ്ത 10+n നോക്കിയിട്ട് സെക്കൻഡിൽ എന്ത് വരുമെന്ന് ഒരാളൊന്ന് വിളിച്ച് സാറേ. ആരാണ്? അനു. യെസ്, പറഞ്ഞിട കേട്ടോ. എങ്ങനെയായിരിക്കും വരേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ശരി, വീഡിയോ ഓഫ് ചെയ്ത് കളഞ്ഞോ? പിടിച്ചവളെ നോട്ട് ചെയ്ത് വെച്ച് സാറേ. യെസ്, അടുത്ത ആള് ആരാണ്? നിവേദ്യ. പറഞ്ഞോ നിവേദ്യ. സ്ക്രീനിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, അതിനകത്ത് അൺമ്യൂട്ട് ചെയ്തേടാ. ഹലോ, ഒന്ന് ക്ലിക്ക് ചെയ്തേ അതിനകത്ത്. പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ഏബൽ പറഞ്ഞേ, എന്തായിരിക്കും വരേണ്ടത് സെക്കൻഡിലെ ഓൾജിബ്രിക് ഫോം? സെക്കൻഡ് റോയിലെ. ഹലോ, പറഞ്ഞോ. ഫസ്റ്റ് റോയിൽ 10+n ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റോയിൽ എങ്ങനെയായിരിക്കണം? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നമ്പർ ഏതാ നമ്മുടെ സെക്കൻഡ് റോയിലെ? 20. അപ്പൊ എത്രയായിരിക്കണം വരേണ്ടത്? ഫസ്റ്റ് റോയിൽ ആദ്യത്തെ നമ്പർ 10 ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനോട് കൂടെ n ആഡ് ചെയ്തെങ്കിൽ സെക്കൻഡ് റോയിൽ 20 ആണ് ഫസ്റ്റ് നമ്പർ. അതിനോട് കൂടെ വേണം എന്ത് ആഡ് ചെയ്യാൻ മക്കളെ? n ആഡ് ചെയ്യാൻ. കുറെ പേര് 20+n എന്ന് കമന്റ് ചെയ്തു. വെരി ഗുഡ്, സൂപ്പർ. ആൻഡ് താഴത്ത് നമുക്ക് എഴുതി നോക്കാം. n = 0, 1, 2, 3 up to 9 എഴുതി വെച്ചേ. ഇതുപോലെയാണ് എല്ലാ റോയിലും വരണ്ടേ കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ആ കണ്ടിരിക്കുന്ന എല്ലാ റോയിലും കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ ആണെന്നാണ് പറയുന്നത്. യെസ്, പൃഥ്വി എന്താണ് ഡൗട്ട്? എടാ മോനെ, കുറച്ച് ഇറക്കി വെച്ചേ, മൈക്ക് കേൾക്കുന്നില്ല. ആ 0, 1, 2, 3 ആ നമ്പർ വരുന്നില്ലേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരോ? 0, 1, 2, 3 വന്നത് എങ്ങനെയാണെന്നോ? അതായത് n എന്ന് പറയുന്നത് എന്താ? നമ്പർ ആണ്. അതായത് നമ്പർ ഓഫ് ഐറ്റം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 10നോട് കൂടെ 0 തൊട്ടിട്ട് തുടങ്ങിയാലേ ഫസ്റ്റ് റോയിൽ എന്ത് കിട്ടുള്ളൂ? 10 എന്ന് കിട്ടുള്ളൂ. 10നോട് 0 കൂട്ടിയാലേ 10 കിട്ടുള്ളൂ അല്ലേ? ഇനി രണ്ടാമത്തെ നമ്പർ എത്രയാണ്? ഇവിടെ 11 ആണ് അല്ലേ? 10നോട് 1 കൂട്ടിയാലേ എന്ത് കിട്ടുള്ളൂ? 11 കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ 9 വരെ കൂട്ടണം അല്ലെ? 10നോട് 9 കൂട്ടിയാലേ ഏറ്റവും അവസാനത്തെ നമ്പർ ആയിട്ടുള്ള 19 കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 0 മുതൽ 9 വരെ എടുത്തത്. ഓക്കെ ആണോ? യെസ്. 1 മുതലാണ് എടുക്കുന്നതെങ്കിൽ 10+1 11 ആയി പോകും അല്ലെ? അത് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 0 തൊട്ട് എടുത്തത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നവർക്ക് ക്ലിയർ ആണോ? യെസ്, ഓക്കെടാ, ഫൈൻ. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് അത് ചെയ്തു പോകുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി അടുത്തതിൽ നോക്കിക്കേ, ഒരു ചെറിയ കുഞ്ഞു കാര്യം ഇതിനകത്ത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ n എടുത്തിരിക്കുന്നത് നോക്കി? ഇത് അങ്ങോട്ടേക്കാണ് n പോയിരിക്കുന്നത്. അവിടെ നോക്കിക്കേ, n എടുത്തിരിക്കുന്നത് എങ്ങോട്ടാ? അതെ 0, 1, 2, 3 up to 9 n പോയിരിക്കുകയാണ്. ഇത് എഴുതണ്ട കേട്ടോ, നോക്കിയാൽ മതി, എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി, എഴുതിയെടുക്കണ്ട. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് n പോയിരിക്കുകയാണ്. താഴത്ത് നോക്കിക്കേ മക്കളെ, എങ്ങനെയാണ് ഈ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. 10 ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് n 0 ആണെങ്കിൽ ഇതിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇവരെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അതായത് 1 × 10
ഫസ്റ്റത്തെ n എത്രയാ ഇവിടെ? ഫസ്റ്റത്തെ n എത്രയാ? ഒന്ന് കൈ കൊണ്ട് കാണിച്ച്. ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത് n. ഞാൻ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 0 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 × 10 + 0. 1 × 10 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 10 അല്ലേ? 10 + 0 എന്ന് പറഞ്ഞാൽ 10 തന്നെയായിരിക്കും നമുക്ക് വരേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തേൽ നമുക്ക് നോക്കാം. രണ്ടാമത്തേൽ നമുക്ക് എന്താ ചെയ്തിരിക്കുന്നത്? 2 × 10 + 1. അതായത് രണ്ടാമത്തേൽ നമ്മൾ എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് നോക്കി മക്കളെ, നോക്കിക്കേ. ദേ ഈ ഒരു ഇക്വേഷനെയും 0നെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ താഴത്തെ ഇക്വേഷനെയും 0നെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നിനെയും കണക്ട് ചെയ്താണ് ഈ ഓരോ നമ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആണ്. നമ്മൾ എന്താണ് ആദ്യത്തേല് 10 + n ചെയ്തു, രണ്ടാമത്തേല് 20 + n ചെയ്തു, മൂന്നാമത്തേല് 30 + n ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 × 10 അല്ലേ 30, 2 × 10 അല്ലേ 20. ഇനി അടുത്തത് എന്തായിരിക്കും? 40 + n ആയിരിക്കും. ദാറ്റ് ഈസ് 4 × 10 അല്ലേ 40. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ആദ്യം തുടങ്ങുന്നത് 10 + n എന്നാണ് പറഞ്ഞു. 10 + n എന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, 1 × 10 ആണ് എന്ത്? 10 എന്ന് പറയുന്നത് പ്ലസ് n. ഇങ്ങനെ എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ നീ 10 + n നെ 1 × 10 + n എന്ന് എഴുതാം, നോ പ്രോബ്ലം. ഇനി രണ്ടാമത്തിലാണെങ്കിലോ 20 + n ആണ് രണ്ടാമത്തതിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. 20നെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? 2 × 10 എന്ന് എഴുതാലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ആരെങ്കിലും ചോദിക്കാൻ വരെ നമ്മളോട്? ഇല്ല. 20 + n 2 × 10 എന്ന് എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ അവസാനം വരെ 90 + n വരെയാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ പോവാലേ. 90 + n 90. അപ്പൊ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? ആരാ പറയുന്നേ? ഇതുപോലെ 90നെ ഒന്ന് പറഞ്ഞേ. പവിത്രോട് ചോദിക്കാം. യെസ്, പവിത്ര ഒന്ന് പറഞ്ഞേടാം. 90നെ നമുക്ക് ഇതുപോലെ എങ്ങനെ എഴുതാമെന്ന് മിണ്ടിപ്പോരുന്നു. 9 × 10 + n എന്ന് നമുക്ക് എഴുതാം അല്ലേ. 90നെ നമുക്ക് 9 × 10 എന്നാക്കി എഴുതാം. 10ന്റെ മൾട്ടിപ്പിൾ ആക്കി നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ അത് മനസ്സിലാക്കി ഇരുന്നാൽ മതി. നമുക്ക് പ്രോബ്ലത്തിലാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വരാം. അപ്പൊ ഇത് എഴുതണ്ട. ഓക്കെ, മനസ്സിലാക്കി വെച്ചോളാം. ഈ ഒരു കാര്യം എഴുതിയായിരുന്നോ? ഈ ഒരു കാര്യം എഴുതിയില്ലേ? ഫസ്റ്റ് റോ സെക്കൻഡ് റോ എന്നുള്ള കാര്യം എഴുതി. ഓക്കെ, നമ്മൾ നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുവാണ്. 180ാമത്തെ പേജിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. 180ാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് മക്കളെ? ആഡ് എനി 2-digit നമ്പർ ആൻഡ് ദ നമ്പർ ഗോഡ് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്സ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ആരും ഇപ്പൊ എഴുതണ്ട, പേര് താഴ്ത്തി വെച്ചേ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആദ്യം തന്നെ എല്ലാവരും ചാടി കയറി എഴുതാൻ പോവാം. വെയിറ്റ് ചെയ്യും, നമുക്ക് സമയമുണ്ട്. നോക്ക്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആഡ് എനി 2-digit നമ്പർ ആൻഡ് ദ നമ്പർ ഗോഡ് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്. ഏതെങ്കിലും 2 അക്ക സംഖ്യ എടുക്കാം. ഓക്കെ, ഒരാളെ വിളിച്ച് സാറേ 2 അക്ക സംഖ്യ ചോദിക്കാൻ. അമ്മയ പറഞ്ഞേ ഒരു 2 അക്ക സംഖ്യ. 21. യെസ്, അമ്മയെ പറഞ്ഞ സ്ഥിതിക്ക് 21 തന്നെ നമ്മൾ എടുത്തു. ഓക്കെ ആണല്ലോ. അപ്പൊ 2-digit നമ്പർ എടുത്തു നമ്മൾ. ഇതാണ് നമ്മുടെ 2-digit നമ്പർ, 2 അക്ക സംഖ്യ. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ആൻഡ് ദ നമ്പർ ഗോഡ് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്സ്. ഒരു 2 അക്ക സംഖ്യയും അത് തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിൽ കൂട്ടുക. അപ്പൊ എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം. മനസ്സിലായോ? ഇപ്പൊ ഓൾറെഡി 21 നമ്മുടെ കയ്യിലുണ്ട്. 21 നമ്മൾ തിരിച്ചെഴുതുവാണ് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുവാണ്. റിവേഴ്സ് എന്തായിരിക്കും? 21 തിരിച്ചെഴുതിയാൽ കിട്ടുന്ന സംഖ്യ ആരാ പറയുന്നേ? വെരി സിമ്പിൾ. കറക്റ്റ് ആണ്. ഏബിൾ പറഞ്ഞേ 21 നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായി? ഏബിളേ, അവൻ എന്താണ് അങ്ങോട്ട് നോക്കണേ? പറ. ഇല്ല, ഒന്നുകൂടി പറയില്ല. നീ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു. കുറച്ചേരം എണീച്ചിരുന്ന ഇവിടെ, കുറച്ചേരം എണീച്ചിരുന്ന ഇവിടെ. ക്വസ്റ്റ്യൻ ഇതുവരെ അവൻ കേട്ടിട്ടില്ല. അടുത്താള് സാറേ നെൽവിനെ പറഞ്ഞേ 21 തിരിച്ചിട്ടാൽ 12. യെസ്, 12 എന്നായിരിക്കും നമുക്ക് അതിനെ തിരിച്ചിട്ടാൽ കിട്ടുന്നത്. അതിന്റെ എന്തെടുക്കണം? ആഡ് ചെയ്യാനാ പറഞ്ഞേക്കണം. ദാറ്റ് മീൻസ് സമ്മ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മ് ചെയ്യാം. നമുക്ക് ഇവർ പറയുന്ന പോലെ തന്നെ ചെയ്ത് പോവാം. എല്ലാവരും ഒന്ന് സമ്മ് എടുത്ത് നോക്കി. അതായത് 21നെയും 12നെയും തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 21ഉം 12ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടാം? എത്രയാ കിട്ടുന്നേ? 33. 33 കിട്ടിയില്ലേ? 33 കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ഓൾ സച്ച് സംസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 11. ഈ 33 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ? 33 എന്ന് പറയുന്നത് ആണെന്നുള്ളവരൊന്ന് ടാറ്റ തന്നേ. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഡീൽ ഓർ നോ ഡീൽ? യെസ്, യോജിക്കുന്നുണ്ട്. എത്രാമത്തെ മൾട്ടിപ്പിളാ എന്ന് ആര് പറയും? യെസ്, ആരാ പറയുന്നേ? സായന്ത് പറഞ്ഞേ. എത്രാമത്തെ മൾട്ടിപ്പിളാ? 11ന്റെ എത്രാമത്തെ മൾട്ടിപ്പിളാ? 33.
മൂന്നാമത്തെ മൾട്ടിപ്പിൾ. വെരി ഗുഡ്, മിടുക്കൻ. അപ്പോൾ 11 into 3 ആണ് 33 എന്നുള്ള കാര്യം ഒന്ന് ഇപ്പുറത്തേക്ക് എഴുതി വെച്ചോളൂ കേട്ടോ. 11 into 3 ആണ് 33 എന്നുള്ളത് ഒന്ന് താഴ്ത്തു കൊടുത്തോളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി 11ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ടക്ക സംഖ്യയും അത് തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിൽ കൂട്ടിയെടുത്താൽ കിട്ടുന്നത് ഒരു 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കാം. എന്നിട്ട് കിട്ടുന്നത് 11ന്റെ എന്താ പറയുക മൾട്ടിപ്പിൾ ആണോ ഇല്ലയോ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ചോണെങ്കിലും ചെക്ക് ചെയ്യാം. കിട്ടുന്നത് എപ്പോഴും 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കത് എന്ത് യൂസ് ചെയ്ത് തെളിയിക്കണം മക്കളെ? നമ്മുടെ ആവശ്യം എന്താണ്? ഓൾജിബ്ര. ആരാണ് സാർ ഇവിടെ റോബസ്റ്റ് പഴവ് കഴിച്ചോണ്ടിരിക്കണേ? ഏത്തപ്പഴമുള്ള സാറേ. ഓക്കെ, കഴിച്ചോ മോൻ കഴിച്ചോടാ. യെസ്, അടുത്ത എന്താണ്? നമുക്ക് ഓൾജിബ്ര യൂസ് ചെയ്ത് ബീജഗണിതം ഉപയോഗിച്ച് വേണം നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാലോ? യെസ്, ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ തെളിയിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നത്, ഓൾജിബ്ര ആയതുകൊണ്ട് സൂക്ഷിക്കണേ, ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നത് സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു 10ന്റെ മൾട്ടിപ്പിൾ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു 10 into 1 plus 0 എന്ന് പറഞ്ഞില്ലേ നേരത്തെ? 10 into 1 plus 0 എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം 10 into 2 plus 1 എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, യെസ്, 10 into 2 plus 0 എന്ന് പറഞ്ഞു. പിന്നെ 10 into 3 plus 0 എന്ന് പറഞ്ഞു. അങ്ങനെയായിരിക്കും അത് മാറി പോകുന്നത്. ഇവിടെ കൂട്ടുന്ന സംഖ്യയാണ് എന്ത്? n എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം കൂടെ ഒന്ന് എഴുതി വെച്ചോളാം. ഇത് എഴുതുന്നതിന് തൊട്ട് മുന്നിലായിട്ടും കൂടെ ഒന്ന് കാര്യങ്ങൾ എഴുതി വെച്ചോളാം. n is equal to 0 മുതൽ 9 വരെയാണ് n വരിക. ഓക്കെ, n എന്ന് പറയുന്നത് എന്താണ്? എന്നൊരു ടേബിൾ എഴുതി പഠിച്ചോ? എഴുതി അയച്ചിരുന്നോ? ആരാണ് സാറേ അയാള്? ഓഹോ ഇവൻ ക്ലാസ്സിൽ ഒറ്റ കൊടുക്കണവനാണെന്ന് തോന്നുന്നു. ഓക്കെ ആണല്ലേ? അപ്പൊ പേൻ തപ്പിക്കും. എടാ വെരി ഗുഡ്. അപ്പോ എം എങ്ങനെയാണ്? യെസ്, എം എങ്ങനെയായിരുന്നു? എം എങ്ങനെയായിരുന്നു? 1 മുതൽ 9 വരെയാണ് എം വരേണ്ടത്. ഓക്കെ, നമ്മൾ ഏത് സംഖ്യ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ? അതായത് 1 into 2 into 3 into 4 into എന്ന് പറഞ്ഞാൽ 9 വരെ കിടക്കുന്ന ഈ ഫസ്റ്റ് നമ്പേഴ്സ് കണ്ടോ? ഫസ്റ്റ് നമ്പേഴ്സ് ഇതിനെയാണ് നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് എം സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇവിടെ കിടക്കുന്ന n എന്ന് പറയുന്നത് എപ്പോഴും 0 മുതൽ 9 വരെ ആയിരിക്കും. അപ്പൊ ഈ കാര്യം ഒന്ന് എഴുതി വെച്ചേ. n is equal to 0 to 9, m is equal to 1 to 9. അബ്രാമേ, അവനാണ് നമ്മുടെ സ്പൈ. ഓക്കെ, നമ്മുടെ ആളവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആളെ അബ്രാമിന് കിട്ടിയ അവനെ കൈ കിട്ടട്ടെ. ഓക്കെ, അപ്പൊ 1 മുതൽ 9 വരെ ആയിരുന്നു എം വരേണ്ടത്. n എങ്ങനെയാണ് മക്കളെ? 0 മുതൽ 9 വരെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ നമ്മൾ ഡിജിറ്റ് എഴുതാൻ പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 10 into 1 plus 0 എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ഓൾജിബ്രിക് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിജിറ്റ് എന്ന് പറയുന്നത് 10m plus n ആയിരിക്കും. എഴുതി വെച്ചേ. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം ആണ് 10m plus n. ഓക്കെ, 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 10m plus n. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്യണം അല്ലെ? റിവേഴ്സ് ചെയ്യേണ്ടി നമ്മൾ നേരത്തെ 21നെ 12 ആക്കി പോലെ ഇതിന് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തായി മാറും? ആരാ പറയുന്നേ? ബിസ്മി. പറഞ്ഞേടാ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയായിരുന്നോ? 10ന്റെ കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞോ? 10ന്റെ ആണ് നമുക്ക് ക്ഷമിക്കുക സാറേ, 10 എളുപ്പമാണല്ലോ. അയച്ചായിരുന്നു എഴുതി? അപ്പൊ ഇന്ന് തന്നെ അയച്ചോളാം കേട്ടോ. ഓക്കെ, പറഞ്ഞേ. ഇത് റിവേഴ്സ് പ്ലസ് എം. ഓക്കെ, 10n plus m എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മക്കളെ? n ഇപ്പുറത്തേക്ക് വരും അല്ലെ? m അപ്പുറത്തേക്ക് പോകും. n ഉം m ഉം തമ്മിലാണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? റിവേഴ്സ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടേ? അടുത്ത പരിപാടി എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുന്നു, അതിനെ റിവേഴ്സ് ചെയ്യുന്നു. പിന്നെ അതിന്റെ എന്തെടുക്കണം? ശ്രീനന്ദ പറഞ്ഞിടാം. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, അതാണ് ബാക്ക്ഗ്രൗണ്ട്. പറഞ്ഞോ? ഒന്നുമില്ലടാ, നല്ല കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് പറഞ്ഞതാ. കൊള്ളാം.
എന്താണ് ഇനി എന്താണ് അടുത്ത ആ ബാക്ക്ഗ്രൗണ്ടിൽ അതങ്ങ് പോയിരുന്നു. നോക്കിയടാ, ഡിജിറ്റ് തന്നിട്ടുണ്ട്, അത് റിവേഴ്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമ്പർ അല്ല, സം ചെയ്യണം. ദേ സം ചെയ്യണം, കൂട്ടണം. ഓക്കെ, എന്താണ് മെസ്സേജ് അയച്ചിരുന്നേ? അതെ, അപ്പൊ 22 എന്ന് പറയുമ്പോ അതിനെങ്ങനെ റിവേഴ്സ് ചെയ്യാ? 22 എന്ന് പറയുമ്പോ 22 തന്നെ വരും. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സെയിം നമ്പേഴ്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും രണ്ടപ്പുറം വന്നാലും ഇപ്പുറം വന്നാലും 2 തന്നെ ആയിരിക്കൂലേ. ഓക്കെ, സെയിം നമ്പേഴ്സ് ഒന്നും റിവേഴ്സ് ചെയ്യണമെന്നില്ല, സെയിം തന്നെ വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൂട്ടാം. നല്ല നിഷ്കളങ്കമായ ചോദ്യമല്ലേ സാർ അത്. ഓക്കെ, 10m + n + 10n + m. കൂട്ടിക്ക് രണ്ട് സംഗതികളും നമ്മൾ എടുത്ത് കൂട്ടാനായിട്ട് പോവാണ് കേട്ടോ. രണ്ടും കൂടി കൂട്ടാൻ പോവാ. നിങ്ങൾ തന്നെ പറയണോ കേട്ടോ എന്റെ ആൻസർ എന്ത് വരുമെന്ന്. നിങ്ങൾ തന്നെ പറയണേ. ആദ്യം എന്ത് എഴുതാം? എമ്മിന്റെ ആൾക്കാരെല്ലാവരെയും ഒന്നിച്ചെഴുതാം. അവരൊരു ടീമാണ്, അവരെ ഒന്നിച്ചെഴുതാം. എമ്മിന്റെ ടീം ഒന്നിച്ച്. ഇനി അടുത്തത് നമ്മുടെ എന്നിന്റെ ടീം. അവർ ചെറിയ ടീമല്ല കേട്ടോ. ഓക്കെ, n + 10n. എമ്മിന്റെ ടീം ഒന്നിച്ചെഴുതി, എന്നിന്റെ ടീമിനെ ഒന്നിച്ചെഴുതി. ഓക്കെ, 50യോ? ആരാണോ പറഞ്ഞു വിളിച്ചവന്? ഇനി അവൻ മേലയക്കൂല. ഇല്ലടാ, ചുമ്മാ. തേജസേ, എന്താണ് 50 എന്നൊക്കെ പറഞ്ഞത്? ഒരു കയ്യബത്തം നാറ്റിക്കരുത്, പറ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്താണ് ഇവിടെ നിന്നാണ് 50 കിട്ടിയത്? എന്താണ് 50 2 ഡിജിറ്റ് വെച്ചിട്ട് ചെയ്താണെന്ന്? എന്താണ് എനിക്ക് മനസ്സിലായില്ല. അൻപത് ചോദിച്ചതാണ്. പ്രശ്നം എന്താണെന്നറിയോടാ, 50 തിരിച്ചിട്ട് കഴിയുമ്പോഴെന്താണ് 05 അല്ലേ വരിക. അപ്പൊ കൂട്ടുമ്പോ 55 വരില്ലേ? കിട്ടും. നമുക്ക് ആൻസർ എന്തെടുത്താലും കിട്ടും കേട്ടോ. ഓക്കെ, അവൻ അത് പറഞ്ഞായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇതിന്റെ ആൻസർ 50 വിചാരിച്ച് ഞെട്ടിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 10m വീണ്ടും ഒരു m ഉണ്ട്. അപ്പൊ എന്താ വരാ? 10m + m. ആരാ പറയുന്നേ? ശ്രേയ. യെസ്, ശ്രേയ ഒന്ന് പറഞ്ഞേടാ. 10m + n. ഇനി എല്ലാവരുടെ ചോദിച്ച് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് അൺമ്യൂട്ട് ചെയ്യാൻ. പറ. 10m വീണ്ടും ഒരു m കൂടി കൂട്ടി. അപ്പൊ എത്ര m ആയി ഇവിടെ? എത്രയാണ്? 2m. എന്താ പറഞ്ഞേ? ഇടിക്ക് ഞാൻ. 10 മിഠായി. ഒരു മിഠായി കൂടി വന്നപ്പോ എത്രയും? ഓടി വന്ന് ഞാൻ ഇടിക്കും. വീട് എവിടെയാണ്? വീട് എവിടെയാണ്? വീട് പറഞ്ഞേ, കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞേ. എടാ, വീട് എവിടെയാണോ? പറയണില്ലവൻ. എറണാകുളത്ത്. അതിന് മുന്നേ ഒരു സ്ഥലം പറഞ്ഞല്ലോ, നീറിക്കോട്. ഓക്കെ ഓക്കെ, ശരി. നീറിക്കോട് ഞങ്ങൾക്ക് അടുത്താണ്, ഞാൻ വരാട്ടോ. ഓക്കെ, അപ്പോ ഈശ്വര ഇതെങ്ങാൻ വരുമെന്ന്. ഓക്കെ, 10m + m 11m ആണ്. അടുത്തത് n + 10n. നോക്കിയ മക്കളെ, n എന്ന് പറഞ്ഞാൽ ഒരു n ആണ്, 10n. അപ്പൊ 10n ഒരു n കൂടി കൂടിയാൽ 11n ആയി അല്ലേ? 11n ആയി. ഓക്കെ ആണല്ലോ. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? ഇവിടെ കോമൺ ആയിട്ട് 2 പേര് ഞെളിഞ്ഞിരിക്കണ്ടല്ലേ. ഹു ഇസ് ദാറ്റ്? ആരെയാണ് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നത്? ആരാ പറയുന്നത് സാറേ? ആദിത്യൻ. ആദിത്യ പറഞ്ഞേ, കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? ഹലോ, ഇവിടെ കുറിയൊക്കെ തൊട്ട് വന്നേക്കണുണ്ടാ കൊച്ചു കള്ളൻ. പറ, ആരെ പുറത്തെടുക്കാം? ആരെയാണ്? 11നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഉള്ളിൽ എന്ത് വരും? ഫസ്റ്റ് ഇതിൽ m വരും. m + യെസ്, m + n. ഇപ്പുറത്താണെങ്കിൽ n വരും. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, 11 × m + n. ആ ഒരു സംഖ്യയെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതെന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഒന്ന് സൂക്ഷിച്ചു നോക്കി നമ്മൾ ചെയ്ത കാര്യങ്ങള്. ഫസ്റ്റ് നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു. എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും കോമൺ ഓൾജിബ്രിക് ഫോം ആണ് കേട്ടോ ഇത്. പഠിച്ചു വെച്ചേക്കണേ, തെറ്റിക്കലേട്ടാ. ഇപ്പൊ USS എക്സാമിനാണെങ്കിലും വളരെ ഉപകാരമുള്ള സാധനമാണിത്. ഓക്കെ, 10m + n. എന്താണ് പറഞ്ഞത്? 10m + n ആണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം. അതിനെ റിവേഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ n-ഉം m-ഉം തമ്മിൽ മാറ്റാം കേട്ടോ. 10നെ അവിടെ തന്നെ നിർത്താം, കാരണം 10 എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ആളാണ്. നോക്കിക്കേ മക്കളെ, ഇവിടെ നോക്കിക്കേ, 10 എല്ലാവരുടെയിലും ഇല്ലേ? 10 എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഓക്കെ, കാരണം എല്ലാത്തിനും 10 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 10നെ മാറ്റരുത്, m-ഉം n-ഉം തമ്മിൽ മാറ്റാം. കുറച്ച് പേര് മാറ്റും, n + 10m
എന്നാക്കിക്കളെ. ഓക്കെ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, എമ്മും എന്നും തമ്മിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കോമൺ മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, യെസ്. ആരാണ് സാറേ അത്? സായന്തേ വേഗം പോകുന്നു, ഷട്ടിടാന്ന് സമയം കിട്ടിയതാണ്. അതിനകത്ത് ആരാണാവോ, കേട്ടിട്ടില്ല അവന്മാര്. ആ പോട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവന്മാരെ കാണിക്കാം. അതിനകത്ത് അവരെ പോലെ അല്ലേ? ആ യെസ്. അപ്പോ നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു. ഓൾമോസ്റ്റ് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തേത് 180ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സാറേ ആരോ ഒരാൾ എന്തോ ഒരു കാര്യം ചോദിച്ചല്ല, ഞാൻ കണ്ടില്ല. അതല്ല എൻ്റെ അടിയിൽ ആ മൾട്ടിപ്പിൾ ഓഫ് 11 അതല്ല എൻ്റെ ഏറ്റവും അവസാനം ഒരെണ്ണം വന്നില്ല, ഇത്ര വന്നുള്ളൂ. ഒരെണ്ണം എന്തോ കണ്ടൂലോ. ആ എന്താണ് മനസ്സിലായില്ല, ഒന്ന് വിളിച്ചവനെ. മുഹമ്മദ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്ത് 180ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റൻ. അതിന് മുന്നേ ഒറ്റ മിനിറ്റ് ഒരാളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ പറഞ്ഞോ മുഹമ്മദ്. തമീൻ. ആ എന്താ ചോദിച്ചത്? അവനല്ലേ ചോദിച്ചത്. ഹലോ 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 ഹലോ, അൺമ്യൂട്ട് ചെയ്തേ. നെറ്റ് ഇഷ്യൂ ഉണ്ടോ അവന്? പുറത്താണല്ലോ ഇരിക്കുന്നേ. ഓക്കെ, എന്തായാലും മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നീ അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, യെസ്. നമുക്ക് നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രം എ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം നമുക്കറിയാം. സബ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? സം ഓഫ് ദ ഡിജിറ്റ്സ്. ഫോർ എക്സാമ്പിൾ 2 ഡിജിറ്റ് നമ്പർ ഞാൻ തന്നെ എടുക്കുവാണ്. 52 എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ ഞാൻ എടുക്കുവാണ്. ഓക്കെ, ഫ്രം എ 2 ഡിജിറ്റ് നമ്പർ സബ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. അതായത് ഈ പറയുന്ന അക്കങ്ങളുടെ തുക. നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ നമ്പർ, 2 ഡിജിറ്റ് നമ്പർ ഇതാണ്. രണ്ടക്ക സംഖ്യ ഇതാണ്. ഇതിലെ അക്കങ്ങൾ ഏതൊക്കെയാ? രണ്ടക്കങ്ങളിനകത്തുള്ളത് അക്കങ്ങൾ ഏതൊക്കെയാ? 5ഉം 2ഉം ആണല്ലോ. 5ഉം 2ഉം ഈ രണ്ട് അക്കങ്ങളുടെയും സം എടുക്കണം. കണ്ടോ, സം ഓഫ് ദ ഡിജിറ്റ്സ്. ഈ അക്കങ്ങളുടെ തുക എടുക്കാനാണ് പറഞ്ഞേക്കണേ അല്ലേ മക്കളെ? സം ഓഫ് ദ ഡിജിറ്റ്സ് അല്ലേ എടുക്കാൻ പറഞ്ഞേക്കുന്നേ? ആണെങ്കിലൊന്ന് തലയാട്ടി. സാറാണ് ഇവിടെ തലയാട്ടുന്നത്. ആ ഓക്കെ, കുറെ പേര് ഇത് ഇങ്ങനെയൊക്കെ പോണ്ട്. സം ഓഫ് ദി ഡിജിറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? 5നെയും 2നെയും തമ്മിൽ കൂട്ടണം. ഏതൊക്കെ തമ്മിലാ കൂട്ടേണ്ടത് മക്കളെ? 5നെയും. ആദ്യത്തെ സംഖ്യ ഏതാണ് നമ്മുടെ? 5 ആണ് ആദ്യത്തെ സംഖ്യ. പ്ലസ് 2 ആണ് രണ്ടാമത്തെ സംഖ്യ. 5 + 2 5 + 2 7. ഓക്കെ ആണോ? 5 + 2 7. ഓക്കെ, ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നേ? ഫ്രം എ 2 ഡിജിറ്റ് നമ്പർ, ഒരു രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറയ്ക്കണം. എന്താ ചെയ്യേണ്ടത് മക്കളെ? സബ്ട്രാക്ട് ചെയ്യണം. ഏതിന് ഏതാ കുറയ്ക്കണ്ടേ? 52ൽ നിന്നും 7 കുറയ്ക്കണം. എന്താണ്? 52ൽ നിന്നും 7 കുറയ്ക്കണം. അത് എന്താണ് എന്നാ തെളിയിക്കേണ്ടത്? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് തെളിയിക്കണം. നമുക്ക് നോക്കാം, സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇത് എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ഡാറ്റ തന്നേ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ യെസ്. ഓക്കെ, നോക്കാം. 52 ആണ് നമുക്ക് ആദ്യം കിട്ടിയ നമ്മൾ എടുത്തിരിക്കുന്ന ഡിജിറ്റ്. ഇനി സം ഓഫ് ദി നമ്പേഴ്സ് എത്രയാണ്? 7 ആണ് ആണല്ലോ. അപ്പൊ 52ൽ നിന്നും 7 കുറയ്ക്കണം. എത്ര കിട്ടും? 52ൽ നിന്ന് 7 കുറച്ചാ? യെസ്, വെരി ഗുഡ്. 52ൽ നിന്ന് 7 കുറച്ച് എത്രയാണ് കിട്ടേണ്ടത്? ആരാ പറയുന്നേ? യാസിൻ പറഞ്ഞേ. യാസിനെ പറഞ്ഞ ആൻസർ എത്രയാണ്? 52ൽ നിന്ന് 7 കുറച്ചാ 45. 45 എന്ന് പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ? 5 സ്റ്റാർ പരസ്യം അൺമ്യൂട്ട് ചെയ്തേ. സൂരജ് സായന്ത്. എന്ത് പറ്റി? ഷർട്ട് ഇടാൻ മറന്നുപോയോ? കുരു വന്നോ? ഓഹോ, ഓക്കെ. ഞങ്ങൾ വിചാരിച്ചു ഷർട്ട് ഇടാൻ മറന്നുപോയെന്ന്. പറഞ്ഞേ, 45 എന്ന് പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ ആണോ? 9ന്റെ ടേബിളിൽ 45 ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കി. ഇവിടെയോ കണ്ടിട്ടുണ്ടോന്ന്? ഡോലു പോലും സ്വയം പറ. ഇല്ലേ? 9 × 5 എത്രയാ? 9 × 5 ഉണ്ട്. ആ കണ്ടുപിടിച്ചു. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 9 × 5 ആണ് 45. സോ നമുക്ക് പറയാലോ 45 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. സോ 45 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. എഴുതിക്കോ എല്ലാവരും താഴത്ത്. 45 9ന്റെ ഗുണിതമാണ്. മൾട്ടിപ്പിൾ ഓഫ് 9. ഓക്കെ ആണല്ലോ.
ഇതുപോലെ നമ്മൾ എന്തിൽ പ്രൂവ് ചെയ്യണം? ഓൾജിബ്രയിൽ പ്രൂവ് ചെയ്യണം. നമ്പേഴ്സ് വെച്ച് പ്രൂവ് ചെയ്യാൻ എല്ലാവർക്കും കൊണ്ടും പറ്റും. പക്ഷെ എന്താണ് ഓൾജിബ്രയിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓൾജിബ്രയിൽ യൂസ് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഓൾജിബ്ര ബീജഗണിതം. ബീജഗണിതത്തിന് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, എന്താണ് സാറേ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒറിജിനൽ നമ്പർ ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം എങ്ങനെയാ? കന്നഡക്കാരി വിളിക്കാം അല്ലേ? ആണോ? അപ്പ എന്താണ് കുടുംബ പ്രശ്നമാണോ അവിടെ? ഇങ്ങനെ പോണം. ആരാണോ ഇടി ഉണ്ടാക്കണത്? പ്രശ്നക്കാരനാണ് ഇക്കാക്ക. പറഞ്ഞു വിട്ടു എന്തായാലും. ഓക്കെ, നോക്കിയുടെ മോനെ, എങ്ങനെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം എത്രയാണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞേ. നേരത്തെ ഞാൻ ബോക്സിലൊക്കെ ആക്കി വെച്ചത് എന്തായിരുന്നു ദേന? 10m + n. എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചേ, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേ. 10m + n, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 10m + n 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോമൺ ഓൾജിബ്രിക് ഫോം. വീണ്ടും ഞാൻ ബോക്സിലാക്കി ഇടാം, നിങ്ങൾ പഠിക്കണം. 10m + n, 10m + n ഒറിജിനൽ ഫോം അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ നമ്മൾ ഇവിടെ എടുക്കുന്നത് 10m + n ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? സം ഓഫ് ദി ഡിജിറ്റ്സ്. ഡിജിറ്റ്സിന്റെ സമ്മാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് ഈ തന്നിരിക്കുന്ന അക്കങ്ങളുടെ തുക. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം സം ഓഫ് ദി ഡിജിറ്റ്സ്. സം ഓഫ് ദി ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. ഓക്കെ, അക്കങ്ങളുടെ തുക എടുക്കാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു 10ന് എടുക്കാനായിട്ട് പാടില്ല. ആരെടുക്കാൻ പാടില്ല? 10നെ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ എത്രയായിരിക്കും വരേണ്ടത്? എമ്മും എന്നും മാത്രം എടുത്താൽ മതി. അപ്പൊ എമ്മിനെ എന്നിനെ മാത്രം കൂട്ടിയാൽ മതി. m + n എന്നാണ് വരേണ്ടത്. എത്രയാണ്? m + n എന്നാണ് വരേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒറിജിനൽ നമ്പറിൽ നിന്നും സം ഓഫ് ദി ഡിജിറ്റ്സ് കുറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ പേരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഒറിജിനൽ നമ്പർ എത്രയാ? നമുക്കറിയാം 10m + n ആണ്. സം ഓഫ് ദി ഡിജിറ്റ്സ് എത്രയാ? m + n ആണ്. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ടിങ്, കുറയ്ക്കുന്നു. കുറയ്ക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. ആദ്യത്തെ ഏതാണ്? 10m + n ആണ് ആദ്യം എഴുതേണ്ടത്. 10m + n ആദ്യം എഴുതാം. എന്നിട്ട് മൈനസ് കൊടുക്കുക കേട്ടോ. മൈനസ് കൊടുക്കാം. ഇനി മൈനസിന് അപ്പുറം വരുന്ന സാധനം എന്തിലിടണം? മൈനസിന്റെ അപ്പുറത്ത് എന്ത് വന്നാലും അതിനെ ഒരു ബ്രാക്കറ്റിലേക്ക് പിടിച്ചിടണം. എന്തിലേക്ക് പിടിച്ചിടണം? ബ്രാക്കറ്റിലേക്ക് പിടിച്ചിടണം. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ബ്രാക്കറ്റിലേക്ക് പിടിച്ചിടാം. ഏതാ കുറയ്ക്കണ്ടേ? 10m + n എന്തിനാ കുറയ്ക്കണ്ടേ? ആര് പറയും സാറേ? നിരഞ്ജൻ പറഞ്ഞേ. 10m + n എന്തിനെ കുറയ്ക്കണം? 10m + n തൊട്ട് താഴെ കിടക്കുന്ന ആളാരാ? സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ് m + n. അപ്പൊ ആരെ കുറയ്ക്കണ്ടേ? ആരെ കുറയ്ക്കണ്ടേ? പറ. എടാ, m + n തന്നെയാണ് കുറയ്ക്കേണ്ടത്. ശ്രദ്ധിച്ചേടാ. നീ എന്തെടുത്തിരിക്കുകയാണ് നീ എവിടെ? ഒറിജിനൽ നമ്പർ 10m + n. അതിൽ നിന്നും അതിന്റെ സം ഓഫ് ദി ഡിജിറ്റ്സ് എമ്മിനെയും എന്നിനെയും തമ്മിൽ കൂട്ടിക്കിട്ടിയ തുകയാണ് കുറയ്ക്കേണ്ടത്. തുകയാണ് നമുക്ക് ഇവിടെ എന്ത്? ഈ m + n എന്ന് പറഞ്ഞ് കിടക്കുന്ന സംഗതി. ഓക്കെ, അതാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. അത് ബ്രാക്കറ്റിനുള്ളിൽ ഇടാം കേട്ടോ എല്ലാവരും. നിരഞ്ജ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിരുന്നേ. ബ്രാക്കറ്റിന് ഉള്ളിൽ കൊടുക്കാം കേട്ടോ. m + n ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ പോവാണേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈനസ് വരെ ഓക്കെയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന സൈൻ എല്ലാം റിവേഴ്സ് ആവും. അതിപ്പോ പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അപ്പൊ ഇവിടെ എമ്മിന്റെ ഉള്ളിൽ എന്താണ്? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ് കിടക്കുന്നത്. അതിനകത്ത് നിന്ന് പ്ലസ് മാറി അത് എന്തായി മാറും? മൈനസ് ആയി മാറും. ഓക്കെ, എന്താണ്? മൈനസ് ആയി മാറും. സോ m - n എന്നായി മാറും. ഓക്കെ, m - n എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താ ഞാൻ പറഞ്ഞത്? മൈനസ് കൊടുക്കുമ്പോൾ ഒരു ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. ബ്രാക്കറ്റിനുള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാം, നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാം. ഓക്കെ, ക്ലിയർ? കൊള്ളാലേ കളി? നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാം, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എമ്മിന്റെ ടേംസിനെ ഒന്നിച്ചെഴുതാം. എമ്മിന്റെ ടേംസിനെ ഒന്നിച്ചെഴുതുമ്പോൾ 10m കഴിഞ്ഞിട്ട് -m വേണം കൊടുക്കാൻ. m എഴുതുമ്പോൾ ആരും വരണം? മുന്നിലത്തെ മൈനസും വരണം. ക്ലിയർ ആണോ? ഓക്കെ, 10m - m എന്നാ വരേണ്ടത്. ഇനി n-ന്റെ ടേംസിനെ ഒന്നിച്ചെഴുതാം. +n - n. എന്താണ്? +n - n. +n - n.
ഓക്കെ, ആൻസർ എത്ര കിട്ടും ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരും. യെസ്, വെരി ഗുഡ്. സാറേ വിളിച്ചോ. ഫെർണാഡോ പറഞ്ഞോ. ഇത് ചെയ്യുമ്പോ എന്തൊക്കെയാ കിട്ടണ്ടേ? 10 ml നിന്ന് 1 m കുറച്ചാൽ എന്ത് കിട്ടണം? എത്രയാണ്? എടാ 10 എണ്ണത്തിൽ നിന്ന് ഉണ്ടായിരുന്നു ഒരു 10 മിഠായി ഉണ്ടായിരുന്നു. ഒരു മിഠായി പോയി. ഇപ്പൊ എത്ര മിഠായി ഉണ്ട്? 9. അപ്പൊ 10 ml നിന്ന് 1 m പോയാ 9 m. എന്താണ് 9 m? നിനക്ക് മാത്സ് തിരിച്ചിട്ടല്ല അല്ലേ ഫെർണാഡോ? അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. അവന്റെ ഇരിപ്പ് നോക്കി സാറേ, ഇത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു മട്ടില് ഉഷാറായിട്ടിരുന്നേ. നീ ചായ കുടിച്ചില്ലേ ഇന്ന്? കുടിച്ചു. ഓക്കെ, അപ്പൊ 10m മൈനസ് m 9m എന്ന് കിട്ടും. ഇവിടെ ഞാൻ വെട്ടിക്കളഞ്ഞേക്കുന്ന കാരണം എന്താ മക്കളെ? പ്ലസ് എന്നും മൈനസ് എന്നും അല്ലെങ്കിൽ സെയിം നമ്പേഴ്സിൽ പ്ലസും മൈനസും വന്നത് ക്യാൻസൽ ആയി പോകും കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആൻസർ എത്രയാണ്? 9m എന്ന് കിട്ടിയില്ലേ? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9. സൈഡിൽ എഴുതിക്കേ, എന്നാലേ നമുക്ക് പ്രൂഫ് ആവുള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ ഗുണിതമാണെന്ന് നമുക്ക് മനസ്സിലായി. 9 into m ആണ് 9m. ഓക്കെ, അപ്പോൾ ഏതോ ഒരു സംഖ്യയോട് 9 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സബ്ട്രാക്ട് ചെയ്യുന്ന എമൗണ്ട് കിട്ടും. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞ അതേ പരിപാടി തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയതേ. 45 is a multiple of 9 എന്ന് പറയുന്ന പോലെ m is a multiple of 9 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, m അല്ല, ഈ തന്നിരിക്കുന്ന സംഖ്യ ഒരു 9ന്റെ ഗുണിതമാണ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ കുറച്ചു നേരം ഒന്ന് എണീച്ചിരുന്ന എല്ലാവരും, എവരിബഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാം. 180-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ഇരുന്നോളൂ കേട്ടോ. എല്ലാവരും ഇരുന്നില്ലേ? യെസ്, വിളിക്കാനുള്ളവരെല്ലാവരും അവസാനം വിളിക്കാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ. ഫസ്റ്റ് വൺ, റൈറ്റ് ഓൾജിബ്രിക് ഫോം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ്. എന്താണ്? മൂന്നക്ക സംഖ്യകൾ. മൂന്നക്ക സംഖ്യകളുടെ ഓൾജിബ്രിക് ഫോം ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. 180-ാമത്തെ പേജിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നക്ക സംഖ്യകളുടെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എഴുതുവാണ് 386 എഴുതുവാണേ. 386 എന്ന് പറഞ്ഞ് ഒരു മൂന്നക്ക സംഖ്യ എഴുതാമെന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്. 300 പ്ലസ് 80 പ്ലസ് 6 എന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. പ്രശ്നമുണ്ടോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ് തന്നെ. 300 പ്ലസ് 80 380. 380നോട് 6 കൂട്ടിയാൽ 386. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതിനെ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റുക. അതായത് മറ്റൊരു കാര്യം കൂടി നോക്കാം. 3 into 100 ആണ് 300 എന്ന് പറയുന്നത് ആണല്ലോ. ഇനി 8 into 10 ആണ് 80 എന്ന് പറയുന്നത്. അത് നോക്കിയാണല്ലോ. പ്ലസ് 6 ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം 100 എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് 10 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു അല്ലെ? 10 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് വരാൻ പോകുന്നത് 100ഉം 10ഉം കൂടിയാണ്. രണ്ട് കോൺസ്റ്റന്റ്സ് വരുന്നത്. എല്ലാത്തിലും 100ഉം 10ഉം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 100A, അതായത് 3ക്ക് പകരം നമ്മൾ A എന്ന് കൊടുക്കുന്നു. 10B പ്ലസ് C എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണോ? എന്താണ് നമ്മൾ ഓൾജിബ്രിക് ഫോം എഴുതാൻ പോകുന്നത്? 100A. ABC എന്ന് പറയുന്നത് ഏത് സംഖ്യകൾ വേണമെങ്കിലും ആകാം. ഓക്കെ, ABC എന്ന് പറയുന്നത് ഏത് സംഖ്യകൾ വേണമെങ്കിലും ആകാം. സോ നമ്മുടെ ആൻസർ എത്രയാണ് മക്കളെ? 100A പ്ലസ് 10B പ്ലസ് C എന്നുള്ളതാണ് ഏതൊരു മൂന്നക്ക സംഖ്യകളുടെയും ഓൾജിബ്രിക് ഫോം. എന്താണ്? മൂന്നക്ക സംഖ്യകളുടെയും ഓൾജിബ്രിക് ഫോം. 100A പ്ലസ് 10B പ്ലസ് C. ആൻഡ് ABC എന്ന് പറയുന്നത് ABC എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യകൾ വേണമെങ്കിലും ആവും. 1 മുതൽ 9 വരെ പാടുള്ളൂ കേട്ടോ. ഓക്കെ, 1 മുതൽ 9 വരെ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതാ. 1 മുതൽ 9 വരെയുള്ള ഏതൊരു എണ്ണൽ സംഖ്യയും ആകാം. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നേ. എഴുതി കഴിഞ്ഞോ? 100A പ്ലസ് 10B പ്ലസ് C എന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ വരാം. ഓക്കെ, യെസ്. നമ്മൾ തീർക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് ആക്കുന്നത് കേട്ടോ. നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സും കൂടി തീർക്കണ്ടേ, അതുകൊണ്ടാണ്. നോക്കിക്കേ, അടുത്തതിൽ നോക്കിക്കേ. ടേക്ക് എനി 3-digit നമ്പർ ആൻഡ് ദ നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ഇറ്റ്സ് ഡിജിറ്റ്. അപ്പൊ ഞാനൊരു മൂന്നക്ക സംഖ്യ എടുക്കാണ്. 386.
ഇനി എന്ത് ചെയ്യണം? ആ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്യണം. എന്താണ്? നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിങ് ഇറ്റ്സ് ഡിജിറ്റ്. അതിനെ നമ്മൾ തിരിക്കണം. അപ്പൊ 653 എന്ന് വരും. സബ്ട്രാക്ട് ദ സ്മോളർ നമ്പർ ഫ്രം ദ ലാർജർ നമ്പർ. അതായത് ഇവിടെ വലുത് ഏതാ? 653 ആണ് ഇവിടെ എന്ത് വലുതെന്ന് പറയുന്നത്. അതിൽ നിന്നും 356 കുറയ്ക്കുക. കിട്ടുന്ന ആൻസർ 99ന്റെ മൾട്ടിപ്പിൾ ആണോ? എന്തിന്റെയാണ് മക്കളെ? 99ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് കുറച്ച് നോക്കി. 653 356 ഒന്ന് കുറച്ച് നോക്കി. കിട്ടുന്നുണ്ടോ നോക്കി. എത്ര കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞേ. 653 356 ഒന്ന് കുറച്ച് നോക്കി. ചുമ്മാ കയ്യിൽ നിന്നിട്ട നമ്പർ ആണ് കേട്ടോ 653 ഒക്കെ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കയ്യിൽ നിന്നിടാം. എത്ര കിട്ടി കുറച്ചപ്പോ? ആരാണ് ആദ്യം കുറച്ച് കഴിഞ്ഞ്? നമ്മുടെ ഡോലു പോലും എന്താ പറയുന്നുണ്ടല്ലോ. ഡോലു പോലും അവർ അൺമ്യൂട്ട് ചെയ്തോ. പറഞ്ഞോ. അയ്യോ എത്രയാണ്? 203ഓ? 303. 303 എന്നാണ് പറയുന്നത്. അത് അത്ര ശരിയാവില്ലല്ലോ. 3 നേരെ 6 കുറച്ചു, 5 നേരെ 5 കുറച്ചു, 6 നേരെ 3 കുറച്ചു. കൊള്ളാം. എടാ മോനെ 3 6 കുറയ്ക്കാൻ പറ്റുമോ? രണ്ടിന് ചിരി നോക്കി സാറേ, ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലെ നോക്കി. 3 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, 3 ചെറിയ സംഖ്യയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് കടമെടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താവും? 4 മാറും. ഇനി വീണ്ടും നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുക്കുക, 14 മാറും. 6 മുന്നേ 5 മാറും. ഈ പരിപാടി പഠിച്ചിട്ടുണ്ടാവും. കടമെടുക്കല് നമ്മുടെ കയ്യിൽ കാശല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് കടം മേടിക്കും അല്ലേ? ഇപ്പൊ ഡോലുവിന്റെ അല്ലെങ്കിൽ ബോലുവിന്റെ മേടിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യാം? ഇനി 13 6 കുറയ്ക്കാം. 13 6 കുറയ്ക്കാം. ഭയങ്കര നല്ല ചിരി സാറേ അവന്മാരുടെ. ഓക്കെ, 13 6 കുറയ്ക്കുമ്പോ 7 കിട്ടും. ഇനി 14 പറഞ്ഞപ്പോ ചിരി കൂടി. 14 5 കുറയ്ക്കുമ്പോ 9 കിട്ടും. ഓക്കെ, ഇനി അതിനുശേഷം 5 3 കുറയ്ക്കുമ്പോ 2 കിട്ടി. 297 കിട്ടിയെങ്കിൽ ഡാറ്റാ നീ 297. യെസ്, 297 കിട്ടി. അപ്പൊ ആൻസർ എത്ര? 297 ആണ്. ഇനി അത് 99നെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. 99നെ നമുക്കൊന്ന് നോക്കിയാൽ മതി. 99നെ എത്ര വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 7ന്റെ മൾട്ടിപ്പിൾ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എങ്ങനെയാ മനസ്സിലാവാ? 6 എന്താ പറയാ 5 45 6 54 7 63 ആൻഡ് 7 അവസാനിക്കുന്ന ഏതെങ്കിലും 9ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ? കിട്ടുന്നുണ്ടോ? 99 കിട്ടുന്നുണ്ടോ? നോക്കിക്കേ. 99ന് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. 99ന് മൾട്ടിപ്പിൾ ആയിട്ട് 99 × 3 ചെയ്ത് നോക്കിയേ. 7. യെസ്, 27 29 കിട്ടിയില്ലേ? 99 × 3 എത്രയാ? 297 ആണ്. ക്ലിയർ? അപ്പൊ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ്. 99 × 3 ചെയ്താൽ നമുക്ക് 297 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് മനസ്സിലായി നമ്പർ വെച്ചിട്ട് ഇത് പോസിബിൾ ആണ്. അപ്പൊ ഓൾജിബ്ര വെച്ചിട്ട് ഇത് പോസിബിൾ ആയിരിക്കണം. ക്ലിയർ ആണോ? ആദ്യം 3 അക്ക സംഖ്യ എടുക്കാം, അതിനെ തമ്മിൽ റിവേഴ്സ് ചെയ്യാം, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കാം. ക്ലിയർ? കിട്ടുന്നത് എന്തായിരിക്കും? 99ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം നമ്മളിതിപ്പോൾ പ്രൂവ് ചെയ്തതാ. ഓക്കെ, ആദ്യം നമ്പർ വെച്ചിട്ടൊന്ന് നോക്കണം കേട്ടോ, തെളിയിച്ച് നോക്കണം. ചിലപ്പോൾ അവർ തന്നേക്കുന്ന അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മൾ കുഴപ്പിക്കാൻ വേണ്ടി വേറെയും തരും. ഓക്കെ, ഇനി നമുക്ക് ഓൾജിബ്ര വെച്ചിട്ട് നോക്കാം. ഓൾജിബ്ര, ബീജഗണിതം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 100A + 10B + C ആണ്. അറിയാലോ. ഇനി അതിനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അവിടെ കിടക്കുന്ന കോൺസ്റ്റൻസിനെ എടുത്ത് മാറ്റരുത്. 100നെയും 10നെയും മാറ്റരുത്. എയും ബിയും സിയും മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അതായത് സീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സീന് ഇപ്പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ 100C + 10B, ബി നടുക്ക് എടുക്കുന്നുണ്ട്, അതിന് മാറ്റം വരില്ല, +A എന്ന് വരും. ക്ലിയർ ആണോ? നമ്മൾ എന്താ ചെയ്തത്? അറ്റത്ത് കിടക്കുന്നതിനെ ഇങ്ങേ അറ്റത്തേക്ക് മാറ്റി, ഈ അറ്റത്ത് ലെഫ്റ്റ് അറ്റത്ത് കിടക്കുന്നതിനെ റൈറ്റ് അറ്റത്തേക്ക് മാറ്റി, നടുക്ക് കിടക്കുന്നതിന് മാറ്റം വരില്ല. ക്ലിയർ? ഇനി ഡിഫറൻസ് കണ്ടുപിടിച്ചേ. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കാം, ആദ്യത്തേത് ഇതാണ്. 1 എന്ന് പറയുന്നതിൽ നിന്നും 2 മൈനസ് ചെയ്യുക. അങ്ങനെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. 1 - 2 എന്ന് കൊടുക്കുക കേട്ടോ. 1 - 2 എന്ന് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലിട്ട് ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിലിട്ട് തന്നെ വേണം ചെയ്യാൻ. 100A + 10B + C മൈനസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? എന്ത് ഓപ്പൺ ചെയ്യാ? ഒരാളൊന്ന് ചോദിക്കാം. ആരാണ്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഇന്നലെ റിവിഷൻ ക്ലാസ്സിലായിരുന്നു കണ്ടുമുട്ടിയത്. പറയട്ടെ മോനെ, മൈനസ് കഴിഞ്ഞാൽ എന്തിടണം ഉടനെ?
മൈനസ് ചെയ്യേണ്ട ഞാൻ ഇവിടെ എന്താ ഇട്ടേക്കണേ? ബ്രാക്കറ്റ്. ബ്രാക്കറ്റ്. നേരത്തെ പറഞ്ഞായിരുന്നു മൈനസ് കഴിഞ്ഞ ഉടനെ ബ്രാക്കറ്റിലേക്ക് ആക്കണം എന്ന്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കട്ടെ ഇവിടെ, ശരിയാക്കി തരാം ഞാനിപ്പോ. ഓക്കെ, മ്യൂട്ട് ചെയ്ത് സാറേ. ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ 100C + 10B + A കൊടുത്തു. ഇനി അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ആയിരുന്നത് മൈനസ് ആവണം, മൈനസ് ആയിരുന്നത് പ്ലസ് ആവണം. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ശ്രീലക്ഷ്മി? സൈൻ മാറും എന്നുള്ളത്. ചിരിച്ചുകൊണ്ടിരുന്നു ഇവിടെ. 100A + 10B + C മൈനസ് ഉള്ളിലത്തെ സംഗതികൾ എങ്ങനെയാണ് വരേണ്ടത്? ഇനി ബാക്കിയുള്ളതൊന്ന് പറഞ്ഞേ. ആരാ പറയാ സാറേ? നമ്മുടെ സ്പൈ അബ്രാം. പേര് മാറിയിട്ട് അബ്രാമേ, സ്പൈ അബ്രാം. പറ, ഉള്ളിലത്തെ സൈൻ മാറ്റിയിട്ടൊന്ന് പറഞ്ഞേ. ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ 100C - 10B - A. ഓക്കെ, വെരി ഗുഡ്, മിടുക്കൻ. നോക്കിയ മക്കൾ, എന്താണ് നമ്മൾ എഴുതിയത്? 100A + 10B + C മൈനസ് ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിലുള്ളതിന്റെ എല്ലാത്തിന്റെയും സൈൻ മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം എന്റെ എലമെന്റ്സിനെ നമുക്ക് അടുപ്പിച്ചെഴുതാം. 100A മൈനസ് ഈ അറ്റത്തെ A ആണ് കേട്ടോ, -A. പിന്നെ വീണ്ടും പ്ലസ് 10B മൈനസ് 10B. ബിന്റെ ടേംസിനെ അടുപ്പിച്ചെഴുതുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? എന്റെ ടേംസിനെ അടുപ്പിച്ചെഴുതും. പിന്നെ നമ്മൾ ബിന്റെ ടേംസിനെ അടുപ്പിച്ചെഴുതും. അവസാനം നമ്മൾ സിന്റെ ടേംസിനെയും അടുപ്പിച്ചെഴുതും. +C - 100C. ഓക്കെ, ഇതിനകത്ത് പെട്ടെന്ന് കട്ടായി പോകുന്ന ആൾക്കാരായിരിക്കാം, ഒറ്റടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കാം. ആരാ പറയാ സാറേ? കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു, ഏത് നമുക്ക് കട്ട് ചെയ്ത് കളയാം? ഒരുപോലെ വരുന്ന രണ്ട് ആൾക്കാരുണ്ടല്ലോ, പ്ലസും മൈനസിലും ഒരുപോലെ വരുന്ന ഒരാൾക്കാര്. 100ഓ? ഇവിടെ 100 ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ടോടാ? ഏതൊരു -A മാത്രമേ ഉള്ളൂ, +A ഉണ്ടോ? മൈനസും പ്ലസും ഒരേ എലമെന്റ്സിൽ വരണം. ഇത് നോക്കി, +10B - 10B എന്ന് പറഞ്ഞ സാധനം കണ്ടോ? +10B - 10B ഉറക്കെ പറഞ്ഞേടാ, കണ്ടോ? നേരത്തെ നമ്മള് -A + A നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞായിരുന്നോ നേരത്തെ? അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യാം? പ്ലസും മൈനസും ഒരുപോലെ ഒരേ എലമെന്റ്സിൽ വരുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തൊക്കെയാ ഉള്ളത് നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. മ്യൂട്ട് ചെയ്തോ. ബാക്കി നമുക്ക് 100A - A ഉണ്ട്. പിന്നെ അപ്പുറത്തെ +C - 100C ഉണ്ട്. എന്താണ് നമ്മൾ ചെയ്തത്? +A - A ഉണ്ട്, സോറി 100A - A ഉണ്ട്, +C - 100 ഉണ്ട്. ഓക്കെ, 100Aയിൽ നിന്നും 100 മിഠായിൽ നിന്നും ഒരു മിഠായി എടുത്താൽ ബാക്കി എത്ര മിഠായി? മിഠായിക്കാരെ വിളിച്ചു സാറേ. ജോഹാനി പറഞ്ഞേ, 100 മിഠായി ഒരു മിഠായി ആരോ കട്ടുകൊണ്ട് പോയി, ബാക്കി എത്ര മിഠായി ഉണ്ട്? ഗുഡ് ഈവനിങ്. പറ. 99A. യെസ്, 99A ആണ് നമുക്ക് എഴുതേണ്ടത്. വെറും 99 എഴുതി വെച്ചാൽ ഓ കുഴപ്പമില്ല, XYZ കൊടുക്കാം, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, ശരി. അപ്പോ 100Aയിൽ നിന്നും ഒരു A കുറച്ചാൽ 99A ആയി മാറും. അടുത്തതാണ് സൂക്ഷിക്കേണ്ടത് +C - 100. നോക്കി, +C - 100C, +C - 100C. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. പ്ലസും മൈനസും ഒരുപോലെ വന്നിരിക്കുന്നു അല്ലെ? പ്ലസും മൈനസും ഒരുപോലെ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം ഇടാം. ആ കാര്യം അറിയാമെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ആ പരിപാടി അറിയാമെങ്കിൽ, ആ ടെക്നിക്ക് അറിയാമെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. എന്താ നമ്മള് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ 100C. 100Cയിൽ നിന്നും ചെറുതായിട്ടുള്ള C കുറയ്ക്കുക. അതായത് 100Cയിൽ നിന്നും ഒരു C പോയാൽ 99C ആയി. പക്ഷേ നമ്മുടെ സൈൻ എന്ത് വരണം? വലുതിന്റെ ചിഹ്നമായിരിക്കണം വരേണ്ടത്. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണോ മൈനസ് ആണോ? സിമ്പിൾ കാണിച്ചെല്ലാവരും. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണല്ലേ വലുതിന്റെ ചിഹ്നം, മൈനസ് ആണ് വലുതിന്റെ ചിഹ്നം. അപ്പോൾ ആൻസർ എത്രയാണ് വരേണ്ടത്? -99C. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നം വേണം ഇട്ടുകൊടുക്കാനായിട്ട്. സോ ആൻസർ എത്ര വരും? 99A - 99C എന്ന് വരും. ഓക്കെ, 99A - 99C. കോമൺ ആയിട്ട് ആരെ പുറത്തേക്ക് എടുക്കാം? ആരാ പറയുന്നേ?
റേച്ചൽ. റേച്ചലിന്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്സ് സീരീസ് ആണ് ഓർമ്മ വരുന്നത്. പറ. 99 പുറത്തേക്ക് എടുക്കാം. ശരി, റേച്ചൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേൽ 99 പോയാൽ ബാക്കി ആരുണ്ട്? എ ഉണ്ട്. ഇനി അടുത്ത സിമ്പിള്, അടുത്ത ആ ചിഹ്നം ഏതാ? മൈനസ്. ഇനി അടുത്തത് എന്ത് വരും? സി. വെരി ഗുഡ്, മിടുക്കി. 99 ബ്രാക്കറ്റിനുള്ളിൽ എ മൈനസ് സി. ദാറ്റ് ഈസ് ദ ആൻസർ. 99 മൾട്ടിപ്ലൈ. നമ്മൾ ഇത് തെളിയിച്ചു. ആരാണ് ചാടി കളിക്കുന്നത് സാറേ? 99 into a minus b. ഓക്കെ, ക്ലിയർ? യെസ്, ഫൈനൽ ആൻസർ ഒക്കെ കുറെ പേര് അയച്ചിട്ടുണ്ട്. 99 ബ്രാക്കറ്റിൽ എ മൈനസ് സി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അവസാനത്തെ ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട്. നോക്കി, ഇതിനകത്ത് മൂന്നാമത്തെ ഒരു സബ് ക്വസ്റ്റിനും കൂടി ഉണ്ട്. മൂന്നാമത്തെ സബ് ക്വസ്റ്റിൽ നോക്കിക്കേ, ഇതിനകത്തും 3 ഡിജിറ്റ് നമ്പർ ആണ് എടുക്കേണ്ടത്. 3 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ എന്തായിരിക്കണം ഓൾജിബ്രിക് ഫോം? നമുക്കിപ്പോൾ അറിയാം, 100a + 10b + c എന്നുള്ളതാണ് നമ്മുടെ ഓൾജിബ്രിക് ഫോം എന്ന് നമുക്കറിയാം. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം മക്കളെ? സബ്ട്രാക്ട് ചെയ്യണം. എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ചാപ്റ്റർ. കറക്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വാറോസിന്റെ ഒരു കാര്യം? ഓക്കെ, അപ്പൊ എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ദ സം ഓഫ് ദി ഡിജിറ്റ്സ്. സം ഓഫ് ദി ഡിജിറ്റ്സ്. ഇതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ് കുറയ്ക്കണം. നോക്കിക്കേ മക്കളെ, ഞാനൊരു ഐഡിയ തരാം, നിങ്ങൾ ബാക്കി ചെയ്യണം കേട്ടോ. 100a + 10b + c മൈനസ് സം ഓഫ് ദി ഡിജിറ്റ്സ് ആണ് കുറയ്ക്കേണ്ടത്. സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ താഴ്ത്തി എഴുതാം. ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ആണ്. അപ്പൊ അതിന്റെ സം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? a + b + c ആയിരിക്കും. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കിട്ടുന്ന ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? പ്ലസ് എന്നുള്ളത് മൈനസ് ആവും, മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. തെറ്റിക്കരുത് കേട്ടോ. എന്നിട്ട് എന്റെ ടേംസിനെ ഒന്നിച്ച് എഴുതാം, ബിന്റെ ടേംസിനെ ഒന്നിച്ച് എഴുതാം, സിന്റെ ടേംസിനെ ഒന്നിച്ച് എഴുതാം. ക്ലിയർ? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. ഹോംവർക്ക് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? എങ്കിലൊന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണെങ്കിലും ഒന്ന് ടാറ്റ തന്നേ. യെസ്, അപ്പോൾ നമ്മുടെ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അന്നല്ല, റിവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബ്രേക്ക് എടുത്തിട്ട് വരും കേട്ടോ. യെസ്, അപ്പോൾ 10 minutes ബ്രേക്ക്.